നമസ്കാരം. കമ്പ്യൂട്ടർ വിഷൻ എന്താണെന്നും ഇമേജുകളെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നതും നമ്മൾ കണ്ടു. പക്ഷേ കമ്പ്യൂട്ടർ വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് പ്രതിസന്ധികളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് സിമാന്റിക് ഗ്യാപ്പ് ആണ്. സിമാന്റിക് ഗ്യാപ്പ് എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോഴാണ് പറയുന്നതെങ്കിലും ഇതെന്താ സംഗതി എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. എങ്ങനെയാണോ ഒരു ഇമേജിലുള്ള ഒബ്ജക്റ്റിനെ ഹ്യൂമൻ മനസ്സിലാക്കുന്നത് അതേ രീതിയിലൊന്നും അല്ല കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത്. കമ്പ്യൂട്ടറിനെല്ലാം അറേ ഓഫ് നമ്പേഴ്സ് ആണ്. ഇതിനെയാണ് നമ്മൾ സിമാന്റിക് ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രശ്നം ഇലുമിനേഷൻ ആണ്. ഒരു ഇമേജ് എടുക്കുന്നതിൽ അതിന്റെ ലൈറ്റ് സോഴ്സിനുള്ള പ്രാധാന്യം. ലൈറ്റ് സോഴ്സ് മാറുന്നതിനനുസരിച്ച് ആ ഇമേജിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഇമേജിനെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ഉദാഹരണത്തിന് ഈ ഏറ്റവും അവസാനത്തെ ഇമേജ് ഒന്ന് നോക്കുക. അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. പക്ഷേ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിന്റെ കൂടെ ഒരുപാട് അതേ ലൈറ്റ് ഷെയ്ഡുള്ള വേറെയും കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതേ പ്രശ്നം തന്നെ നിങ്ങൾ ഈ ചിരിച്ചിരിക്കുന്ന പൂച്ചേന്റെ ചിത്രം എടുത്താലും ഉണ്ട്. കാരണം അതിന്റെ ഒരു സൈഡ് കംപ്ലീറ്റ് വൈറ്റ് ആണ്, അതിന്റെ അടുത്ത സൈഡിലേക്ക് വരുന്നതിനനുസരിച്ച് ഡാർക്ക് ആണ്. കാരണം നിങ്ങൾ ലൈറ്റ് സോഴ്സ് എവിടെയാണ് വെക്കുന്നത് അതിനനുസരിച്ച് ഇമേജിന്റെ ഷെയ്ഡ്സിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇത് കമ്പ്യൂട്ടർ വിഷനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തതാണ് ബാക്ക്ഗ്രൗണ്ട് ക്ലട്ടറിങ്. നിങ്ങളുടെ ഒബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ഏകദേശം ഒരേ കളറാണെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ ആ ഒരു ഒബ്ജക്റ്റിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതും വളരെയധികം സാഹസം നിറഞ്ഞൊരു ജോലിയാണ്. അടുത്തതാണ് ഒക്ലൂഷൻ. ഒക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങളാണ്. ഈ ഏറ്റവും അവസാനത്തെ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. നമ്മൾ ഈ വാല് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ നമുക്കറിയാം ഈ സോഫയുടെ അടിയിൽ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഇത് കമ്പ്യൂട്ടറിനെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ ഇമേജിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ആ ഡാറ്റ കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ നൽകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങളൊരു സെൽഫ് ഡ്രൈവിംഗ് കാർ ബിൽഡ് ചെയ്തു എന്നിരിക്കട്ടെ. അതിന് ഓട്ടോമാറ്റിക്കലി ട്രാഫിക് സിഗ്നലുകളെല്ലാം റീഡ് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ അത്തരത്തിലൊരു ട്രാഫിക് ബോർഡ് ഇംപ്ലിമെന്റ് ചെയ്തോടത്ത് വലിയൊരു മരം ഉണ്ടെന്നും ആ മരം കാരണം ഈ ഒരു ട്രാഫിക് ബോർഡ് മറിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇനി അതും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലാണ് മരമൊന്നും ഇല്ലെങ്കിൽ ആൾക്കാർ അത്തരത്തിലുള്ള ഒരു ബോർഡ് കണ്ടാൽ ചിലപ്പം പോയി തോരണം കെട്ടിന്ന് വരും. അത് കാരണം നിങ്ങളുടെ സെൽഫ് ഡ്രൈവിംഗ് കാറിന് ആ ഒരു സിഗ്നൽ ബോർഡിലെ ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും ചെയ്യും. ഇതും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളൊരു വിഷയം തന്നെയാണ്. അടുത്തൊരു പ്രധാന പ്രശ്നമാണ് ഡീഫോർമേഷൻ. ജീവനുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് പല ഷേപ്പിലിരിക്കും. മുകളിൽ കാണുന്ന ഇമേജിലെല്ലാം പൂച്ചയാണെന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. അടുത്ത പ്രശ്നമാണ് ഇന്റർ ക്ലാസ് വേരിയേഷൻ. ഇപ്പോൾ പൂച്ചകൾ എടുക്കുകയാണെങ്കിൽ പൂച്ചകളിൽ തന്നെ പല തരത്തിലുള്ള പൂച്ചകളുണ്ടാവും. സപ്പോസ് നിങ്ങളൊരു അൽഗോരിതം ബിൽഡ് ചെയ്യാണ്, ഗൂഗിൾ നോക്കി കുറേ പൂച്ചയുടെ ഡാറ്റയൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ അൽഗോരിതത്തിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. നാളെ അതേ അൽഗോരിതം കൊണ്ടുപോയി നിങ്ങൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണ പൂച്ചേൻ്റെ അടുത്ത് പയറ്റി നോക്കിയാൽ ചിലപ്പം സക്സസ് ആയിക്കോളുന്നില്ല. കാരണം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം നാടൻ പൂച്ചേനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരേ ക്ലാസ്സിലുള്ള വേരിയേഷൻസ് അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത തലവേദനയാണ് സ്കെയിലിംഗ്. നിങ്ങൾ എവിടെ ക്യാമറ വെക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഒബ്ജക്റ്റിന്റെ സൈസ് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒബ്ജക്റ്റിന് അടുത്താണ് വെച്ചിരിക്കുന്നത്, അത് സൂം ചെയ്ത് സ്കെയിൽ ചെയ്ത് കാണും. നേരെ മറിച്ച് നിങ്ങളുടെ ക്യാമറ വളരെ ദൂരെയാണെങ്കിൽ ആ ഒബ്ജക്റ്റ് ചെറുതായിട്ടാണ് കാണുക. അതുകൊണ്ട് തന്നെ ആ ഒബ്ജക്റ്റ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക നിങ്ങളുടെ ഇമേജിൽ നിന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ ഈ കാണുന്ന ഒരു ഔട്ട്പുട്ട് കിട്ടാനായിട്ട് അൽഗോരിതത്തിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എങ്ങനെയാണ് കമ്പ്യൂട്ടർ വിഷൻ ഇത്തരം ചാലഞ്ചസിനെ എല്ലാം ഓവർകം ചെയ്യുന്നത്? അവിടെയാണ് നമ്മൾ ഡീപ്പ് ലേണിംഗ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രാധാന്യം. സോ അടുത്ത ക്ലാസ്സിൽ എന്തിന് ഡീപ്പ് ലേണിംഗ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. എൻജോയ് ഡീപ്പ് ലേണിംഗ്.